ഇവരെല്ലാം മുകളിലേക്ക് പോയവരാണ് കേട്ടാ. ഒന്ന് പറഞ്ഞാട്ടെ, മുകളിൽ പോയാ മുകളിലേക്ക് പോകുമ്പോ ഓക്സിജൻ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങള് കുട്ടികളെയും കൊണ്ട് തിരിച്ചു വന്നു. സാഹസികം തന്നെ അല്ലേ? കുറച്ച് സാഹസികമാണ്. പൊട്ടൊന്നുമില്ലല്ലോ, അന്നത്തങ്ങാന്റെ കപ്പാസിറ്റി ഇല്ല. അതിസാഹസികമായിട്ടുള്ള യാത്രയിലാണ് നമ്മൾ ഉള്ളത്. പെരുന്നാളിൻ്റെ ലീവ് ഉറങ്ങി തീർക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി കാണുക. പുറം ലോകം കാണണ്ടേ, വെറും 4 ചുമരിൻ്റെ ഉള്ളിൽ കൂടിക്കഴിഞ്ഞാൽ പോരല്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് UAE ഗുണ കേവ് കാണാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എല്ലാം ഗുണ കേവിൽ പെട്ടാൽ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ മക്കള് ഞമ്മക്കറിയില്ല. അതുപോലത്തെ ഒരു കേവിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്, UAE ഗുണ കേവിലേക്ക്. അതിസാഹസികമായിട്ടുള്ള യാത്രയാണ്. ഞമ്മ ഇവിടെ 2 പ്രാവശ്യം വന്നിട്ട് പെയ്തിക്ക് വന്നിട്ട് തിരിച്ചു പോയ മക്കളാണ് അമ്മ. ഞാൻ ഭയങ്കര മടിച്ചാന്ന്, നടക്കാൻ ഭയങ്കര മടിച്ച്. വണ്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട് എന്ന് പറഞ്ഞു. അന്ന് അമ്മ പോയി വേറെ ഏതെല്ലോ സ്ഥലത്തേക്ക് എത്തി തിരിച്ചു പോയി. അങ്ങനെ 2 പ്രാവശ്യത്തെ യാത്ര മുടക്കി. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ സാഹസികമായിട്ട് ഞമ്മ പുറപ്പെട്ട്. നല്ല ക്ഷീണമുണ്ട്, നടന്ന് പിരാന്തായി. വണ്ടി കുറച്ച് സമയം വരെ അല്ലേ വരാൻ കഴിയൂലൂ. വാട റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഫെയിൻ കിട്ടൂലേ, അതുകൊണ്ടല്ലേ നടന്നേ പറ്റൂ. അങ്ങനെ നമ്മൾ നടന്ന് കേവിൻ്റെ കുറച്ചടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാണുന്നുണ്ട്, കേവിലേക്കുള്ള സ്റ്റെപ്പെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടത്താൻ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിരുന്ന കാര്യം എന്നെപ്പോലത്തെ മടിച്ച് ലോകത്തുണ്ടാവില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിന്നുക, നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി കേട്ടോ. നമ്മൾ വേറെ തന്നെ ഒരു ലോകത്തേക്ക് എത്തിയ പ്രതീതിയാണെന്നുള്ളത് കേട്ടോ. മല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മലയൊന്നുമല്ല കേട്ടോ. നീന്തെല്ലാം എന്താണെന്ന് പറയുക, ചിത്രപ്പണികളെല്ലാം കാണണം. നമ്മൾ അടുത്തേക്ക് കൂടി പോയി നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുള്ളൂ. ഇതെല്ലാം കുറേ കാലങ്ങൾക്ക് മുന്നേ ഇല്ല ചരിത്രങ്ങൾ നമ്മളോട് എന്തെല്ലോ വിളിച്ച് പറയുന്ന പോലത്തെ കുറേ കൊത്തുപണികൾ ആരെങ്കിലും ചെയ്തെങ്ങാനാ അല്ല പ്രകൃതി തന്നെ ഇത് എന്താ പറയണ്ട നമുക്ക് വേണ്ടിയിട്ട് കെനിഞ്ഞ് തന്നതാണെന്നൊന്നും അറിയില്ല. അടിപൊളി എന്ന് പറയാൻ വേണ്ടിയിട്ട് അടിപൊളി വൈബ് കേട്ടാ. എന്തെന്നാ പറയണ്ട, നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അത്ഭുതപ്പെട്ട് നോക്കിക്കണം. അത്ര ഉയരത്തിലാണ് മലയെല്ലാം ഉള്ളത്. അടിപൊളി വൈബ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം 2023 ഇവിടത്തേക്കുള്ളത് ഔദ്യോഗികമായിട്ട് യാത്ര എന്താ പറയുക ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ബോർഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ UAE ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം, ഇപ്പോൾ ഈ അടുത്തായിട്ട് മഴ നല്ലോണം പെയ്തിട്ടില്ല. എല്ലാവരും പച്ചപ്പ്, മരുഭൂമി വരെ നല്ല ചോന്ന് ഓറഞ്ച് കളറായിട്ടുള്ള മരുഭൂമി വരെ ഇപ്പോൾ പച്ച കളറിലാണ് ഉള്ളത്. ഇവിടെ എല്ലാ കാര്യങ്ങളും അറബിയിലും ഇംഗ്ലീഷിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എലി ഉണ്ടാവും, എട്ടുകാലി ഉണ്ടാവും, അങ്ങനെയുള്ള ബണ്ണാമ്പലെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട്. പച്ചപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ തള്ളല്ല പറയുന്നത്, ഞാനെല്ലാം ഉള്ളതേ പറയൂലൂ. കണ്ട പച്ചപ്പിൻ്റെ ഭാഗമായിട്ട് ഇതൊന്നും ആരും കൊണ്ടുപോയി നട്ടതൊന്നും അല്ലല്ല, എല്ലാം ഇവിടെ ഉണ്ടായതാണ്. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പൊടിച്ച് വരുന്ന ചെടിയാണ്. ഇവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ല പോകാനുള്ള ഈ പടിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പണിക്കാരെ സമ്മതിക്കണം. നമ്മൾ ഈ കേവിലോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സ്റ്റെപ്പ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ കോണി. ശ്രദ്ധിക്കണേ, മുല്ലനെ കൈ പിടിച്ചാട്ടെ. അടിക്കടിക്കടിക്കടിക്കടക്ക് നീ എന്നീ കളിക്കുന്നേ, കൈ പിടിച്ചിട്ട് കയറ്റിക്ക്. മുറുക്ക പിടിക്കണേ. അതിൻ്റെ ഇടക്കേ കൂടി കാല് പോയിട്ടുണ്ടോ ഓളം അത്രേ ഇല്ലൂ, നത്ത് പോലെ അതിൻ്റെ ഉള്ളിലേ കൂടി താഴേക്ക് വരൂ. സാഹസികത എൻ്റെ ഹോബിയാണെന്ന് പറഞ്ഞ പോലെയാണ്. കുറച്ച് പണ്ടാരായി. അല്ല, അതിലപ്പുറത്തേക്കാന്ന് പോകണ്ടെന്ന് അവർ പറഞ്ഞു. താഴെ അവരോട് ചോദിച്ചിട്ടില്ലേ. എൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല, ഞമ്മൻ തന്നെ ഫോണിൻ്റെ ലൈറ്റെല്ലാം അടിച്ചിട്ട് പോകണം തോന്നുന്നു. ഞമ്മ മാത്രാന്ന് വന്നിട്ടുണ്ടെങ്കിൽ പേടിച്ച് ചത്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ കുറേ ആളുകൊണ്ട് കുറേ അരങ്ങന്നെ
ഉള്ളിൽ നല്ല ഇരുട്ടുണ്ടെങ്കിലും അവരിങ്ങനെ വർത്താനം പറയുന്ന ഒച്ചലൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമല്ല. നമുക്കും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ആയിട്ട് വർത്താനം പറയാൻ കഴിയുന്നില്ല. കൊതച്ചത് കൂടാണ്ട് കുരക്കുകയും ചെയ്യുന്നു. ബാ കേറിക്കോ. പിള്ളേർ വരെ ടോർച്ചെടുത്തിട്ട് അത് വന്നിട്ടുള്ളത്. ബാ കേറ. ഒരൊന്നൊന്നര ഗുണ കേവ്. നല്ല അടിപൊളി സ്ഥലം കേട്ടാ. കൊറേ ദൂരം ഉണ്ട് തോന്നട്ടാ കേറി കേറി പോവാൻ വേണ്ടിട്ട്. ആ ഉണ്ട്. എല്ലാരും ടോർച്ചടിച്ചിട്ട് നിക്കേന്ന്. അതിൻ്റെ ഉള്ളിൽ കയറെല്ലാം കെട്ടിയിട്ടുണ്ട്. ഞമ്മ അതിന് ശേഷം ഈ കയറ് പിടിച്ച് കയറി പോണം. അപ്പൊ പെണ്ണിനെ നോക്കടാ. ഒരൊറ്റ വയ്യല്ലോ, പോകാനും ഒരു വയ്യ തന്നെ, താഴേക്ക് വരാനും. അതുകൊണ്ട് പോയ ആൾക്കാരെ തിരക്കാണ്. അവരിങ്ങോട്ടേക്ക് വരാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഞമ്മോ കേറി നോക്കട്ടെ. എല്ലാരും ഇംഗ്ലീഷ് കയറാൻ തോന്നുന്നു. അവിടെ ഈ കയറ് പിടിക്കടാ. ഞാൻ കയറിക്കോട്ടെ. സൂറ പൊട്ടൊന്നുമില്ലല്ലോ. അന്നത്തങ്ങാന്റെ കപ്പാസിറ്റി ഇല്ല. കേറിയിട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പെട്ട്. ഞാൻ ഇങ്ങോട്ട് പിടിച്ച് കയറാൻ നോക്കുമ്പോ അവര് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നോക്കിയെന്ന്. കേറട്ടെ. ആരെങ്കിലും എന്നെ മുകളിൽ നിന്ന് പിടിച്ച് കയറ്റാനുണ്ടെങ്കിലേനു. കേറിക്ക. ഞാൻ വീണ്. എല്ലാരും വേർത്തൊലിച്ച് പണ്ടാരായി കേട്ടാ. ഇവർ ഈ ഗുഹന്റെ മുകളിലത്തെ അറ്റം വരെ പോയവരാണ്. ഇവരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം കേട്ടാ. എങ്ങനെയുണ്ട് മുകളിൽ? എങ്ങനെയുണ്ട്? അങ്ങോട്ട് എയർ ഇല്ല, ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ താഴോട്ട് തിരിച്ചത്. ഒന്ന് പറഞ്ഞാട്ടെ മുകളിൽ പോയാൽ. മുകളിലേക്ക് പോകുമ്പോ ഓക്സിജൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങള് കുട്ടികളെയും കൊണ്ട് തിരിച്ചു വന്നു. സാഹസികം തന്നെ അല്ലേ? കുറച്ച് സാഹസികമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെയും കൊണ്ട് ഭയങ്കര സാഹസികം പോയി വരാൻ വേണ്ടിട്ട്. എന്നാലും പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. പേരെങ്ങനെയാ? പേര് ഷിംജിമ. ഷിംജിമ. നല്ല പേര്, വെറൈറ്റി. എനിക്ക് പേരിട്ടതിന്റെ ശേഷം വേറെ ഒരു പേരിട്ടില്ല. വെറൈറ്റി ആയിപ്പോയി. പ്രത്യേക ഒരു വൈബ് തന്നെ അല്ലേ? താങ്ക് യു. ഉള്ളില് നല്ല ചൂടാ. വിചാരിച്ച പോലെയല്ല. വേർത്തൊലിച്ച് കുളിച്ച് പണ്ടാരായി. വേറെ ഒരു വൈബല്ല. പോകുമ്പോ ഈ സ്ഥലമൊന്നും കാണാത്ത പോലെയുണ്ട്. ആവേശം കൊണ്ട് കേറി പാഞ്ഞു പോയി. ഇപ്പൊ കീരി വരാൻ വേണ്ടിട്ട് പെടാപ്പാട്. എന്തെന്നായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടാ. ഇതാണ് മക്കളെ അടിപൊളി UAE ഗുണ കേവ്. ഒന്ന് വന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കോ ഒന്നും പറയണ്ടാത്ത ആളിൽ നിന്ന് ആയി. അടിപൊളി കേട്ടാ. പ്രത്യേക വൈബ്. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.